പിന്നെ അതിനകത്ത് എൻ്റെ ലുക്കാണ് അതിനകത്ത് എനിക്ക് മെയിനായിട്ട്. അപ്പോൾ ആ ലുക്കിൽ അതിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ വന്ന കമൻസുകളെല്ലാം അങ്ങനെയായിരുന്നു. അനന്തൻ നമ്പ്യാർ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഒരുപാട് പേര് കമൻ്റ് ചെയ്തു അനന്തൻ നമ്പ്യാർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ബൈ ബർത്തും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിലൂടെയും കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ പുള്ളിയെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടും പുള്ളിയുടെ ശിക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. എനിക്ക് മോളുണ്ട്. മോളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ശോഭിച്ചേട്ടൻ്റെ സൗണ്ട് വെച്ചിട്ടാ കണ്ടൻ കാത്തു. എനിക്കറിയില്ല ഇവിടെ എത്ര അമ്മമാരിത് കാണുന്നുണ്ടായിരിക്കും അറിയില്ല. കണ്ടൻ ഇതാണ്, കണ്ടന്റെ ശബ്ദത്തിന്റെ ഉടമ ഇതാണ്. പല വീട്ടിലും അമ്മമാര് മക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് കണ്ടം പൂച്ച വരും കേട്ടോ. അത് വലിയൊരു അപ്രീസിയേഷൻ ആണ്. ഒരു ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ആകാൻ പറ്റുന്നു. ഹലോ, ഹായ്, വെൽക്കം ടു ചിഞ്ച മീഡിയ. ചില സിനിമകൾ നമുക്ക് റിലീസിനെല്ലാം മുന്നേ തന്നെ വളരെ പ്രിയപ്പെട്ടതാകും. അങ്ങനെ ഒരു സിനിമയാണ് ആശാൻ. അതിന്റെ മ്യൂസിക്കിലൂടെയാണ് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് അധികം സ്നേഹിച്ചിരിക്കുന്നത്. ആൻഡ് ആശാൻ മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഇന്ദ്രൻ ചേട്ടൻ, ശോഭിച്ചേട്ടൻ, എബിൻ ആൻഡ് ജോമോൻ. ഹലോ. ഹലോ. സുഖമായിരിക്കുന്നു എല്ലാവരും? എല്ലാവരും സുഖമായിരിക്കും. അടിപൊളി. എന്റെ ആ സംസാരത്തിൽ തന്നെ ഒരു സുഖം കിട്ടുന്നുണ്ട് ശോഭിച്ചേട്ടന്റെ വോയിസിൽ. ആശാൻ എന്താണ്? ആശാന്റെ വിശേഷങ്ങൾ പറയും. ഫെബ്രുവരി 5 തിയേറ്ററിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ആശാനെ പറ്റി പറയാനുള്ളത് നമുക്ക് അങ്ങനെ തുടങ്ങാം. ഞങ്ങളുടെ ആശാൻ ഇതാണ് നമ്മുടെ ആശാൻ. ഒരുപാട് ആശാന്മാരുണ്ടോ? ജോൺ പോൾ ജോർജിലേക്ക് നമുക്ക് വരാം. നമുക്ക് സിനിമയിലെ ആശാനെ പറ്റിയിട്ടൊന്ന് പറയാം. എന്താണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇന്ദ്രൻ സാറിന്റെ ഒരു നായകനായി കൊമേഴ്ഷ്യലായി ഇറങ്ങാൻ പോകുന്നൊരു സിനിമയാന്ന് തോന്നുന്നു അല്ലെ? തിയേറ്ററിൽ. ഹോം നമുക്ക് OTT റിലീസായിരുന്നു. ഇത് ഗപ്പി അങ്ങനെ ഒരു മൂവിയാന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് ഇന്ദ്രൻ സാറിന് അതിനെ പറ്റി പറയാനുള്ളത്? സന്തോഷാണോ? എന്താണ് സന്തോഷം? ആണ്. അതിന്റെ അകത്ത് പല ലുക്കൊക്കെ കാണാലോ. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ വന്നപ്പോ? എന്താണ് ഇന്ദ്രൻ സാറിന് തോന്നിയത് ഇങ്ങനെ ഒരു സിനിമ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ? ഓക്കെ, ഒരു ആവേശം തന്നെയായിരുന്നു. അങ്ങനെ ഒന്നിങ്ങനെ ആള് സബ്ജക്റ്റ് പറയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്ടം തോന്നുന്ന സിനിമ ഡേറ്റ് ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഞാൻ ഇന്ദ്രൻ സാറിന് എവിടെയോ പറയുന്നത് കേട്ടു, ഇപ്പോഴത്തെ പിള്ളേര് നമ്മളതിനെ മോട്ടിവേറ്റ് ചെയ്യും അടിപൊളി പടങ്ങൾ ചെയ്യാൻ. അപ്പൊ തീർച്ചയായിട്ടും ആശാൻ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇല്ലേ? ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചതിൽ എല്ലാ ക്യാരക്ടർ ചെയ്തവർക്കും ഭയങ്കര ഒരു ത്രില്ലായിരിക്കും, ഒരു തൃപ്തിയായിരിക്കും. പരീക്ഷയിൽ എല്ലാം നന്നായി എഴുതിയെന്ന് വരുമ്പോഴത്തേക്ക് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖമില്ല. അതുപോലെ ആയിരിക്കും എല്ലാ ക്യാരക്ടറും ചെയ്തവർക്കെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ആശാന്റെ ആശാൻ ആരാന്ന് പറഞ്ഞാൽ ജോൺ പോൾ ജോർജ് ആണ്. ജോൺ പോൾ ആണ് ആശാന്റെ ആശാൻ. ആശാന്റെ ആശാൻ ജോൺ പോൾ ജോർജ്. ഞങ്ങളുടെ ആശാൻ നിങ്ങൾ പറയാം. എനിക്ക് ഇന്ദ്രൻ ചേട്ടൻ പറയാൻ മടിക്കുക. ഈ ആശാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ് സ്പെഷ്യൽ ആവാൻ കാരണം ഈ സിനിമയ്ക്ക്? ആശാനിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആശാൻ എന്ന് വെച്ചാൽ ശരിക്കും ആശാൻ തന്നെയാണ് സിനിമയിലെ കഥാപാത്രം. നമ്മൾ ഈ ആശാൻ എന്ന് പറഞ്ഞ മൂവിക്ക് എന്തെങ്കിലും ഒരു ജോണർ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആശാൻ എന്താണ് എന്ന് ചോദിക്കാൻ കാരണം. എന്തിലെ ആശാനാണ്? നമ്മളെ ജിമ്മിലെ ആശാന്മാര് പറയും. ജോണർ എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുമോന്നറിയില്ല. എങ്കിലും ആർക്കും സങ്കടപ്പെടേണ്ടി വരില്ല. എല്ലാവർക്കും ചിരിക്കാനുള്ളതുണ്ട് സിനിമയാണ്. അതെ, ആ ചിരിക്കാനുള്ള ഒരു ചിരിയാണ് ഇതിന്റെ. എന്ത് മൂഡ് എന്ന് പറഞ്ഞാൽ ചിരി മൂഡ് എന്ന് പറയുന്നത്. അതാണ് മൊത്തത്തില്. അത് എനിക്ക് തോന്നുന്നു ഗപ്പി സിനിമാസിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ, നമുക്ക് അമ്പിളിയാണെങ്കിലും ഗപ്പി ആണെങ്കിലും എല്ലാം നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയാ ഫീൽ ഗുഡ്. ഞാൻ പറഞ്ഞ മാതിരി ആശാൻ എന്ന് പറഞ്ഞ ആ പാട്ട് കുഞ്ഞിക്കവിൾ വേഗമേ തന്നെ നമുക്കൊരു ഹീലിംഗ് സാധനം തരുന്ന ഒരു പാട്ടാണ്. അപ്പോ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ശോഭിച്ചേട്ടന്റെ ഒരു റോള് ഇതുവരെ കാണാത്ത ഒരു ലുക്കിലാണ് വന്നേക്കുന്നത്. അതിനെ പറ്റി ഒന്ന് പറയും. അതെനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷവും എന്താ പറയാ സംതൃപ്തിയൊക്കെ ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണത്. കാര്യം മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ ഡയറക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ അപ്രീസിയേഷൻ ആണത്. പിന്നെ അതിനകത്ത് എൻ്റെ ലുക്കാണ് അതിനകത്ത് എനിക്ക് മെയിനായിട്ട്. അപ്പോൾ ആ ലുക്കിൽ അതിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ വന്ന കമൻസുകളെല്ലാം അങ്ങനെയായിരുന്നു. അനന്തൻ നമ്പ്യാർ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഒരുപാട് പേര് കമൻ്റ് ചെയ്തു അനന്തൻ നമ്പ്യാർ എന്നുള്ളത്. പക്ഷെ ഞാൻ അതിൻ്റെ ഫുൾ മാർക്ക് ഞാൻ ജോൺ പോളിന് കൊടുക്കുകയാണ്. കാരണം എന്നെ ആ രൂപത്തിലാക്കിയത് ജോൺ പോളാണ്. ഞാനതിൽ അതിശയിച്ചു പോയൊരു കാര്യം,
ഞാൻ ഇതിൻ്റെ കഥ കേൾക്കാൻ വന്നപ്പോൾ കഥ എനിക്കോട് കഥ പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു. ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ ഒരു ലുക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഞാൻ 94 കേരള യൂണിവേഴ്സിറ്റി വിന്നറായ സമയത്ത് ഞാൻ ചെയ്തൊരു പ്രോഗ്രാമുണ്ട്. അത് കായംകുളം MSM കോളേജിൽ ഞാനൊരു മിമിക്രി പ്രോഗ്രാം അവതരിപ്പിച്ചായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് ഒരു അടുത്ത കാലത്തായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഇഷ്ടപ്പെടാത്ത എൻ്റെ രൂപം അത്. കാരണം അന്നത്തെ അതായത് 94 എൻ്റെ രൂപമാണ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുള്ള രൂപമാണ്. അപ്പം അന്ന് ഞാനത് അവിടെ ഒരു ആക്ഷേപഹാസ്യ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു. ആ സ്കിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മീശ എടുത്തായിരുന്നു. അപ്പോൾ ആ മീശയില്ലാത്ത എൻ്റെ ആ രൂപം ഇദ്ദേഹം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുപോയി ഇതാണ് എനിക്ക് വേണ്ടതെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ഇഷ്ടപ്പെടാത്തൊരു രൂപമാണ്. ഞാൻ പറഞ്ഞു ഇതോ, അപ്പോൾ ഇതെങ്ങനെ? ഇത് മതി, ഇതാണ് വേണ്ടത്, എൻ്റെ ഡയറക്ടറുടെ രൂപം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്. അപ്പോൾ അതിന് ആ ഒരു രൂപത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നപ്പോഴേക്കും അത് നാടോടിക്കാട്ടിലെ അച്ഛൻ്റെ അനന്തൻ നമ്പ്യാർ എന്ന് പറഞ്ഞ കഥാപാത്രവുമായിട്ട് റിസംബ്ലൻസ് തോന്നുകയും ആൾക്കാരെല്ലാം അത് ഒരാളോ രണ്ടുപേരോ പറഞ്ഞോ ഓക്കെ, ഇതിപ്പോൾ ഒരുപാട് പേര് അനന്തൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ അതില് സന്തോഷമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഷമ്മി ചേട്ടൻ വിലായത്ത് ബുദ്ധയിൽ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞായിരുന്നു ആ ലുക്ക് വെച്ചിട്ട്. ഇപ്പൊ എനിക്ക് നേരെ തോന്നുന്നു ശോഭി ചേട്ടൻ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇത് അച്ഛന്റെ കാര്യം പറഞ്ഞു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, തിലകൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഴിവുകൾ ബൈ ബർത്തും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജീവിതത്തിലൂടെയും കിട്ടിയതാണ് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടും പുള്ളിയുടെ ശിക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നുണ്ട്. പിന്നെ ഒറ്റൊരു സങ്കടമുള്ളൂ, ഈ രൂപവും കാര്യങ്ങളൊക്കെ അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അച്ഛനുമായിട്ട് കമ്പയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ കമ്പയറിങ് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒബ്സർവേഷനും വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ചെയ്യുന്നത്. അച്ഛനാണ്, ഞാനാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ശോഭിച്ചേട്ടൻ്റെ കണ്ണിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോസ്റ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു തിലകൻ സാറിൻ്റെ എവിടെയൊക്കെയോ അതാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ. സന്തോഷം. നമുക്ക് തിരിച്ചു വരാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ എല്ലാ സിനിമകളിലും കസറി കയറി കളിക്കാണ്. അല്ലേ? ഇതിന്റെ വിശേഷങ്ങൾ പറയൂ ആശാന്റെ. ആശാൻ ഇപ്പം രോമാഞ്ചത്തിന് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്നൊരു സിനിമയാണ്. അപ്പം ജോണേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു ചെറിയൊരു പരിപാടി വരുന്നുണ്ട്, ഡേറ്റൊക്കെ പറയാം. ഞാൻ പിന്നെ നമുക്ക് ആ ഒരു ഇതിലൊക്കെ നമ്മളൊരു കമ്പനിയാണല്ലോ, പിന്നെ കഥയൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞങ്ങള് ഫസ്റ്റ് പടം സാറാസ്, അന്ന് മുതലേ ഞങ്ങള് ഒരുമിച്ചാണ്. അപ്പം അത് ജോമോനുണ്ട്. ഇതിന്റെ ഡിഫറെന്റ് ലുക്ക് അല്ലേ? യോയോ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് എന്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയും സ്റ്റൈലിഷ് ആയ ഒരു പോസ്റ്റർ ഞാൻ കാണുന്നത് ആശാനിലാണ്. ഞെട്ടിപ്പോയി ആ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക്. അതുപോലെ തന്നെ പാട്ടും ഉണ്ടല്ലോ, റാപ്പും. ഭയങ്കര സന്തോഷം. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയും കൂടിയാണ് ആശാൻ. ജോമോൻ എന്താ ജോമോൻ നേരെ നായകനിലേക്കായി ഒരു ലാലേട്ടൻ ഒരു സൈഡൊക്കെയാണ് നമ്മൾ പോസ്റ്ററിൽ കാണുന്നത്. ശ്രീരാഗമൊക്കെ ശ്രീരാഗമൊക്കെ ഇട്ടിട്ടാണല്ലോ കാണുന്നത്. അതുകൊണ്ട് ചോദിച്ചാൽ ലാലേട്ടൻ സ്റ്റൈല് പിടിച്ചേക്കുന്നത് എന്തുണ്ട്? നായകനാണോ? ഒപ്പം നിൽക്കുകയാണോ ആളുടെ കൂടെ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ ലീഡ് പരിപാടിയാണ് തീർച്ചയായിട്ടുള്ളത്. ജോണേട്ടൻ ഇത് കഥ പറയുന്ന സമയത്തും ഞാൻ കുറച്ചു നേരം ഒന്ന് സ്തംഭിച്ചു പോയി. കാരണം ഞാൻ രോമാഞ്ചത്തിൽ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ വന്നില്ല. അപ്പൊ അന്ന് മനസ്സിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഡയറക്ടറായി. ഇതിലെ പ്രൊഡ്യൂസറാണ്. അല്ല, എനിക്ക് ഞാൻ ചോദിക്കാൻ വന്നത് രോമാഞ്ചത്തിലെ പ്രൊഡ്യൂസർ ആയിരുന്നു, ഇതില് ഡയറക്ടറായിട്ട് ഞാൻ നിന്നെ ലീഡായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അതിലാണ് ഭയങ്കര സന്തോഷം ഉണ്ടായി.
പിന്നെ ഈ പടം മൊത്തത്തിൽ നമ്മൾ ഉദയനാണ് താരം എന്ന് പറയുന്ന ഒരു പടം അന്നത്തെ സിനിമകൾ ചർച്ച ചെയ്യുന്ന പോലെ ഇന്നിപ്പോൾ നടക്കുന്ന സിനിമകൾ ഇപ്പോഴത്തെ സിനിമയ്ക്കുള്ളിലെ സിനിമ അതാണ് നമ്മള് ആശാന്റെ അകത്ത് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ അതിൻ്റെ അകത്തൊരു ഒരു കഥകളി മുഖം കാണുന്നുണ്ട് ആശാന്റെ. അതേസമയം നാം മീശ പിടിച്ചൊരു പാൻസ് ഒക്കെ ഇട്ട് വേറെ മുടിയൊക്കെ ഉള്ള വേറൊരാളെ കാണുന്നുണ്ട്. അതെന്താണ് ആ ഒരു വേരിയേഷൻ എന്താണ് ശരിക്കും പറയാൻ പറ്റുമോ? അതാണ് ആരും പറയല്ലേ. ട്വിസ്റ്റ് ഉണ്ടെന്ന് അതാണ് ആരോടും പറയുന്നത്. എന്നാ പോട്ടെ, കഥകളി പഠിച്ചിരുന്നു ഇതിന് വേണ്ടിട്ട്? അതൊക്കെ പഠിപ്പിച്ചു അവര്. പഠിപ്പിച്ചോ? പിന്നെ കഥകളിയൊക്കെ പഠിച്ചു ഇവിടെ. ആണോ? എന്ത് ടഫായിരുന്നു? നമ്മള് പറയും കഥകളിയിലെ ആശാൻ മലയാള സിനിമയിൽ ലാലേട്ടനാന്ന് പറയും. ലാലേട്ടൻ കഥകളി വേഷം ചെയ്തിട്ട് പിന്നെ മലയാള സിനിമയിൽ കഥകളി വേഷം ചെയ്തിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടൻ. അപ്പൊ ടഫായിരുന്നോ? ഇനി നമ്മളെല്ലാരും പറയും കഥകളി ചെയ്യുന്നവരെ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന കാണാം. ഇന്ദ്രൻ ചേട്ടന് ടഫായിരുന്നു. എന്തായിരുന്നു സംഭവം? പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ വഴങ്ങി വരാൻ പാടാ. എന്താ അതിന് കൂടുതൽ നമ്മള് ഇത് ഇടേണ്ട പ്രയത്നം ഇടേണ്ട എന്തിലേക്കാണ്? ഫേഷ്യൽ എക്സ്പ്രഷൻ. അത് എനിക്ക് തോന്നുന്നു നമ്മള് തുള്ളിച്ചാടി കോമഡി കളിച്ച് നടന്നിട്ട് സീരിയസ് കഥാപാത്രം കിട്ടുമ്പോൾ ഒരുപാട് ഒതുങ്ങൂലേ. മുഖം അങ്ങനെ ആവാൻ പാടില്ല, കഴുത്ത് ഇങ്ങനെ ആവരുത്, അങ്ങനെയാണ് ഇന്നങ്ങനെ സൂക്ഷിച്ച് ഒരുപാട് പാടുപെടൂലേ. അതുപോലെയാണ് കഥകളി. അടങ്ങി നിന്ന് കണ്ണും വിരലും അതെ ഒക്കെ ഒരു താളത്തിൽ വരണം. അത് ഭയങ്കര പണിയാ. ഇതിന്റെ മേക്കപ്പും പരിപാടികൾക്കും ഒക്കെ തന്നെ നല്ലൊരു നേരം 6 മണിക്കൂർ എന്തോ അല്ലേ. ജോൺജിയുടെ എനിക്ക് തോന്നുന്നു സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഇതിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കഥകളിക്കാരൊക്കെയാ. അപ്പൊ അവരൊക്കെ കൂടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇത്രയും സമയം കിടക്കണം മേക്കപ്പ് ചെയ്യാനുണ്ട്. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞിക്കവിൾ മേഘമേ വെച്ചിട്ടായിരിക്കും. നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം എടുത്താലും നമ്മുടെ ഫോൺ സ്പോട്ടിഫൈയിലാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു അപ്ലോസ് ഉണ്ട് നിങ്ങൾ ഹോൾ ടീമിന് കേട്ടോ. അടിപൊളി പാട്ടാണ്, അടിപൊളി സിനിമയാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശോഭിച്ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തത്, ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ ടെക്നിക്സ്. ഞാൻ ഒരു വോയിസ് ടെസ്റ്റിന് വേണ്ടി പോയപ്പോൾ ശോഭിച്ചേട്ടൻ ഉള്ളിലിരുന്ന് ഡബ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടയാളാ. ഞാൻ പുറത്തിരുന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ ശരിക്കും ഷോക്കായി പോയി. സത്യം, ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഗൂസ് ബംസ് വന്നു പറയാം. ഞാൻ ആ സീൻ്റെ അകത്ത് വേറെ മലയാളി അല്ലാത്തൊരു ആക്ടറിന് വേണ്ടിയിട്ടാണ് ശോഭിച്ചേട്ടൻ ഡബ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളില് കത്തി കുത്തി കയറ്റി കഴിഞ്ഞ് മീൻസ് കൊല്ലുവാണ് അയാളെ കത്തി കുത്തി കയറ്റി കഴിഞ്ഞാണെങ്കിൽ ശോഭിച്ചേട്ടനോട് ഇത് എടുക്കാൻ പറയാം. അപ്പൊ ശോഭിച്ചേട്ടൻ ആദ്യം എടുത്തിട്ട് ഒരു ടേക്കും കൂടി പോണം, കത്തി തിരിച്ചായിരുന്നോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ആ ഭയങ്കര ഡീറ്റെയിലിംഗ്. അപ്പോൾ പറഞ്ഞു ഒരു ടേക്കും കൂടി പോകണമെന്ന് ശോഭിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് കത്തി തിരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചിട്ട് വേറൊരു വോയിസ് കൊടുത്തു. അപ്പൊ ഞാൻ ഓർത്ത് ഇതൊക്കെ എങ്ങനെ ഈ ഡബിങ്ങിൽ സാധിക്കണം ശരിക്കും? എല്ലാ ഡബിങ് എന്ന് പറയുന്നത് എനിക്കൊന്ന് അഭിനയിക്കുന്നത് ഒരു സ്റ്റേജാണ്. അഭിനയിക്കുന്ന ആള് തന്നെ ഡബിങ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായേക്കാം. എന്നാൽ വേറൊരാൾക്ക് വേണ്ടി ഡബിങ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടില്ലേ? ആ ഒരു സാധനം ഞാൻ ഓർത്തു. തിരിച്ചായിരുന്നോ കത്തി? ഓക്കെ, ഞാൻ ഒച്ച മാറ്റാം എന്നുള്ളത് പറയുമ്പോൾ ഇത് എവിടുന്ന്? ഇത് ഭയങ്കര ഒബ്സർവേഷനിലൂടെയാണോ അതോ എക്സ്പീരിയൻസിലൂടെയാണോ? എങ്ങനെയാ ശോഭിച്ചേട്ടാ? തീർച്ചയായിട്ടും ഒബ്സർവേഷനിലൂടെയാണ് ഇത്. നമ്മുടെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അഭിനയമായാലും ഇപ്പൊ അഭിനയം ഡബിങ് എന്ന് പറയുന്നത് അഭിനയം തന്നെയാണ്. അത് ശബ്ദത്തിലൂടെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരു ആക്ടർ ചെയ്തിരിക്കുന്ന അയാളുടെ ഫേസിൽ വന്നിരിക്കുന്ന എല്ലാ ഭാവങ്ങളും ശബ്ദത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഡബിങ് എന്ന് പറയുന്നത്. അപ്പോൾ അഭിനയിച്ച ആളുടെ ശബ്ദം ഇത്തിരി വീക്കായതുകൊണ്ടോ അയാളുടെ അഭിനയം കുറച്ച് വീക്കായതുകൊണ്ടോ ആയിരിക്കും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കുമ്പോൾ ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് ആ കഥാപാത്രം താഴ്ന്നു കിടക്കുവാണെങ്കിൽ കുറച്ച് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ജോലി. അത് എന്തായാലും ഒരുപാട് മികച്ച സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഹരിഹരൻ സാറിനെ പോലുള്ള ആളുകളുടെ വർക്ക് ചെയ്യാൻ സാധിച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്കൂളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലൂടെ പിന്നെ തിലകൻ എന്ന് പറയുന്നൊരു വലിയ ഒരു ഒരു ഇത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ഡബ്ബിങ്ങുകൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം ഡബ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അമ്പിളിച്ചേട്ടൻ ഡബ് ചെയ്യുന്നത് നേരിട്ട് ഇപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞ പോലെ അമ്പിളിച്ചേട്ടൻ ഡബ് ചെയ്യുന്നതും ആ ഡബ് ചെയ്യുന്നതിൽ പുള്ളിക്കാരൻ കാണിച്ച ഒരു 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 ഗിമിക്ക് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഒബ്സർവേഷനാണ് ഇതിനകത്ത് വേണ്ടത്.
അത് അങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നു. ഇന്ദ്രൻ ചേട്ടൻ ആസ് ആൻ ആക്ടർ നമുക്ക് എല്ലാവർക്കും മീൻസ് പണ്ട് നമ്മൾ കണ്ടിരുന്ന ഒരു വ്യക്തിനെയല്ല കുറെ നാൾക്ക് ശേഷം ആ ആക്ടിങ്ങിന്റെ ഭയങ്കര ഒരു തീവ്രതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനെ. അപ്പൊ തന്നെ നമുക്ക് കാണാൻ ഭയങ്കര സംസാരിക്കാനും ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി തന്നെയാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ പെൺകുട്ടികൾക്ക് ഇന്ദ്രൻ ചേട്ടനോട് ഒരു ഇഷ്ടം എക്സ്ട്രാ തോന്നാൻ കാരണം ഇന്ദ്രൻ ചേട്ടൻ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. അപ്പൊ ഞാനിങ്ങനെ കണ്ടു ഇന്ദ്രൻ ചേട്ടൻ പണ്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഇന്ദ്രൻസ് ബ്രദേഴ്സ് ടൈലേഴ്സ്. ഇപ്പോഴും ഉണ്ട് അത്? ഉണ്ടല്ലേ, ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം വരുന്നില്ല, ഇന്ന് നമുക്ക് സെലിബ്രിറ്റീസിന്റെ തന്നെ ഇഷ്ടം മാതിരി ഷോറൂംസ് ഇതൊക്കെ കാണുക. അപ്പൊ നാളെ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് വല്ലതും കാണാൻ സാധിക്കുമോ എന്നോർത്തിട്ട് ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ. അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ മനസ്സിൽ? എന്ന് പറയുന്നത് വലിയൊരു ബ്രാൻഡ്, വലിയൊരു ബ്രാൻഡ്. അവര് തയ്യല് പഠിച്ചു തുടങ്ങി, അനിയന്മാരത് ഇപ്പോഴും ടേക്ക് ഓവർ ചെയ്യുന്നു, ജീവിതോപാധി അത് തന്നെ അങ്ങനെ നിൽക്കുന്നു. ഓക്കെ. ഈ 600 പടങ്ങൾ ചെയ്തു എന്നുള്ളതാണ്, അല്ല 600-ൽ അധികം പടങ്ങൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് ശരിക്കും ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഇത്രയും നാൾ വന്നിട്ട് 600 പടം എന്ന് പറയുന്ന കൗണ്ട് ഭയങ്കര വലുതല്ലേ. സോ അതിനെപ്പറ്റി എന്ത് പറയും? എങ്ങനെയോ വരമ്പ് നിന്ന് തള്ളി മാറിപ്പോവാതെ പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്, അത് വലിയ കാര്യമായിട്ട് തോന്നുന്നു. ഈ ഹോം കണ്ടു കഴിഞ്ഞപ്പോൾ പറയുകയുണ്ടായി, പല ആൾക്കാരും പല ഭാഗത്തു നിന്ന് തന്നെ വിളിക്കുകയുണ്ടായി, കാരണം OTT റിലീസായിരുന്നു. ആശാൻ ചിലപ്പോൾ മീൻസ് അഭിനയിച്ച സമയത്ത് ഇന്ദ്രൻ ചേട്ടൻ എന്താ തോന്നി, ഇത് എനിക്കൊരു അടിപൊളി ക്യാരക്ടറാണല്ലോ, മേ ബി എനിക്ക് റെക്കഗ്നിഷൻ കുറച്ചും കൂടി അധികം വരും, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? കാരണം ഭയങ്കര ഒരു ലുക്ക് വൈസ് നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നുന്ന ഒരു ലുക്കാണ്, മീശ, മുടി ഒക്കെ. അത് അതിൻ്റെ ആദ്യം കഥ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും നമുക്ക് ഈ ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആസ്വദിക്കാനുണ്ട്. തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് എത്താൻ പറ്റുന്നില്ല എന്നുള്ള വിഷയം. അത്രയും കൃത്യമായിട്ട് അങ്ങനെ നമ്മളെ പറഞ്ഞ് ചിരിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒറ്റയടിക്ക് സിനിമയെക്കുറിച്ച്. അത് പിന്നെ ടേക്ക് എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമുക്ക് എത്താൻ പറ്റില്ല. അതൊരു വലിയ വെല്ലുവിളിയാണ്. അത് വലിയ വിഷമം പിടിച്ച കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചില ക്യാരക്ടർ നമ്മൾ കാണാത്ത തലങ്ങളിലേക്ക് അത് ഇങ്ങനെ മറഞ്ഞിരിക്കും, ഭയങ്കര വിഷയമാണ്. ഇന്ദ്രൻ ചേട്ടന് തൃപ്തി വരണമെങ്കിൽ എന്ത് ഒരു ഇതേപോലെ നല്ല ഡയറക്ടർ കൈ കിട്ടുമ്പോൾ നമുക്ക് തൃപ്തി. അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കും, നമ്മളങ്ങനെ വശമരായി കൊടുത്താൽ അതാണ് ഏറ്റവും ഒരു ഏത് ആർട്ടിസ്റ്റും ഗുണം ചെയ്യുന്ന നല്ല ഡയറക്ടർ കൈ ചെന്ന് വീഴുമ്പോഴാണ്. നമുക്കൊരുപാട് പലതും കണ്ടു മനസ്സിൽ മോഹിച്ച് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ അവസരം കിട്ടുന്ന ഒരു നല്ല സ്ക്രിപ്റ്റും ആശയവും ഉള്ള ഒരു ഡയറക്ടറെ കൈ ചെന്ന് വിടുമ്പോൾ മാത്രമേ ആർട്ടിസ്റ്റുകൾ നന്നാവുള്ളൂ. അത് അക്കാര്യത്തിൽ എനിക്ക് ഈ അടുത്ത് ചെയ്തതിൽ ഭയങ്കര സംതൃപ്തി തോന്നിയാണ്. ഹോമിന് ചെയ്തതിനേക്കാളും എനിക്ക് കൂടുതൽ തലങ്ങളുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ മാറി മാറി ചെയ്യാനുള്ള കുറേ അവസരങ്ങൾ അങ്ങനെ ചെയ്തു തന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ദ്രൻ ചേട്ടൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻ ചേട്ടൻ്റെ കൊടക്കമ്പി എന്ന് പറയുന്ന കഥാപാത്രമില്ലേ, കൊടക്കമ്പി, അങ്ങനെയാണല്ലോ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കൊടക്കമ്പിയും ഹോമിലെ ക്യാരക്ടറും കൂടി ഒന്ന് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ആശാനിലേക്ക് വരാം എന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ ആശാന്റെ പല പല മുഹൂർത്തങ്ങൾ, ആശാനിലെ ആ കഥാപാത്രത്തിന്റെ പല പല മുഹൂർത്തങ്ങളുണ്ട്. വളരെ കോമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, എന്നാൽ വളരെയധികം ഉള്ളിൽ വെച്ചിട്ട് അഭിനയിക്കുന്ന സിറ്റുവേഷൻസ്. അത് വളരെ ഭംഗിയായിട്ട് ഇന്ദ്രൻ ചേട്ടൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കാണും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ റോൾ അതുമാതിരി തന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ളത്. നല്ല നമ്മൾ ആശാൻ ഫെബ്രുവരി 5-ാം തീയതി കാണുന്നതായിരിക്കും. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു. സോറി. എനിക്ക് അതേമാതിരി വേറൊരു കാര്യം എപ്പോഴും ഈ ജോമോൻ ഭയങ്കര സൈലന്റാ. ജോമോൻ അഭിനം കുറച്ച് ചാർജ് ആയിട്ടില്ലേ എന്താണ്. ഞാൻ ഇതിന് മുന്നേ ഒക്കെ ജോമോനെ കാണുമ്പോഴേ ഞാൻ ജോമോനോട് കഴിഞ്ഞു കണ്ടപ്പോൾ ഒരു പിക്കപ്പ് ലൈൻ പറയോ ജോമോനെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരു 10 മിനിറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ജോമോൻ അന്ന് പറയുന്നത്. അപ്പം ജോമോനെ നമ്മൾ സിനിമയിൽ കാണുന്നത്. അതേപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടനെ ഒക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കോമഡി റോൾസ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര നമ്മളെ ചിരിപ്പിക്കായിരിക്കും, എന്നാൽ അവർ റിയൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഗൗരവം. എനിക്ക് തോന്നുന്നു അതേമാതിരി തന്നെയാണ് ജഗതി ശ്രീകുമാർ സാർ അല്ലേ, ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. എന്താ അങ്ങനെ? അല്ല ഞാൻ ചുമ്മാ ചോദിച്ച എന്താ അങ്ങനെ? നിങ്ങൾക്ക് ക്യാമറ ഓൺ ആയാലേ തമാശ വരുള്ളൂ.
റിയൽ ലൈഫിൽ നമ്മളങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ല. എന്താ ഇന്ദ്രൻ ചേട്ടാ? ചാരാനൊരു തൂണ് വേണം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ധൈര്യം വരും. ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലേ ധൈര്യമായിട്ട് കോമഡി അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. വേറൊരു കാര്യം, ശോഭിച്ചേട്ടൻ വന്നിരുന്നോണ്ട് ഇങ്ങനെ ഓർത്തു, എനിക്ക് മോളുണ്ട്, മോളെയൊക്കെ പേടിപ്പിച്ചോണ്ടിരുന്ന ശോഭിച്ചേട്ടന്റെ സൗണ്ട് വെച്ചിട്ടാ. കണ്ടൻ കാത്തു. എനിക്കറിയില്ല ഇവിടെ എത്ര അമ്മമാരിത് കാണുന്നുണ്ടായിരിക്കും അറിയില്ല. കണ്ടൻ ഇതാണ്, കണ്ടന്റെ ശബ്ദത്തിന്റെ ഉടമ ഇതാണ്. പല വീട്ടിലും അമ്മമാര് മക്കൾക്ക് ആഹാരം അതെ, കൊടുക്കുന്നത് കണ്ടം കണ്ടം പൂച്ച വരും കേട്ടോ. അത് വലിയൊരു അപ്രീസിയേഷൻ ആണ്. അതെ 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 ഒരു ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ആകാൻ പറ്റുന്നു. അതെ, കാത്തുവിലെ ഏത് പ്രായത്തിലുള്ളവരെ പേടിപ്പിക്കാനുള്ള സാധനമുണ്ട്. അതെന്താ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് മര്യാദക്ക് ചെയ്തോളാം സിനിമയ്ക്ക് തന്നെ. അല്ല, നമുക്കറിയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെഗറ്റീവ് റോളിൻ്റെ ആയാലും പല ആൾക്കാരുടെയും ശബ്ദം വെച്ച് ഏറ്റവും വലിയ വില്ലന്മാർ ഇപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നെ പല സിനിമയിലും വില്ലന്മാർക്ക് ഡബ് ചെയ്തിരിക്കുന്നത്, നമ്മൾ പേടിച്ചിട്ടുള്ള വില്ലന്മാർക്ക് പോലും ഡബ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു. അതെ അതെ. അപ്പൊ അത് അത്രയും നമുക്ക് പ്രായമുള്ളവര് അതിൽ നിന്നും കണ്ടം പൂജയിലേക്ക് വരുമ്പോഴും കൊച്ചു കുട്ടികൾക്ക് വരെ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഒരു ചെറിയ സെഗ്മെന്റ് കേട്ടോ, ചെറിയ സെഗ്മെന്റ്. ഒരു മലയാള സിനിമ എത്ര വട്ടം കണ്ടാലും നിങ്ങൾക്ക് മതി വരില്ല, അങ്ങനെ ഒന്ന് നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ മലയാള സിനിമ എത്ര വട്ടം കണ്ടാലും ഞാൻ ബോറടിക്കില്ല എന്ന് തോന്നുന്നൊരു മലയാള സിനിമ ചോമൻ പറയാം. ഇങ്ങനെ എനിക്കൊന്ന് പറയാം. 2-3 പടങ്ങളുണ്ട്. ഒന്ന് പറയാം. കുറെ പടങ്ങളുണ്ട്, എന്നാലും ഒരു പടം പറഞ്ഞാൽ മതി. ഒരു പടം പറഞ്ഞാൽ മതി. പറയാം. സുന്ദരക്കില്ലാടി അങ്ങനത്തെ പടങ്ങൾ. സുന്ദരകില്ലാടി. അഭിനോ? പൊന്മുട്ടയിടുന്ന താറാവ്. ഓ അടിപൊളി. സന്ദേശമൊക്കെ ഉണ്ട്. ആ ഒരു തലയണ മന്ത്രം. ഓക്കെ. ശോഭിച്ചേട്ടന്? എനിക്ക് കിലുക്കം. കിലുക്കം. അടിപൊളി. ഇന്ദ്രൻ ചേട്ടനോ? യോധ. അടിപൊളി. ഓക്കെ. ഇനി ഒരു ഡയലോഗ് സിനിമയിൽ നിന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ നമ്മളൊക്കെ നിങ്ങളുടെ പല ഡയലോഗ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിനിമ ഡയലോഗ് എപ്പോഴും ലൈഫിൽ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ദിവസം അങ്ങനെ ഉണ്ടോ? കോരി തരട്ടെ കഴിക്കാൻ സ്ഥിരം പറയാറുണ്ട്. ഞാൻ ഇപ്പം ഓരോ ടൈമിൽ ഓരോ ട്രെൻഡിങ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വെച്ച് അത് വെച്ചിട്ട് പോകും. ശോഭിച്ചേട്ടൻ എന്തിനുണ്ടോ? ഞാൻ മഞ്ജുവാരുടെ ഡയലോഗാ. ഏതാ? ഇത്തിരി കഞ്ഞി എടുക്കട്ടെ. ചോദിക്കാറുണ്ടോ വീട്ടില്? ഇന്ദ്രൻ ചേട്ടനോ? കത്തി താഴെ ഞാൻ പ്രതീക്ഷിച്ചു. ഞാനത് അച്ഛന്റെ ഡയലോഗ് ആയതുകൊണ്ട് ഞാൻ പറയാതിരുന്ന. ഓക്കെ. കോമഡി ഓർ ഇമോഷണൽ സീൻ ആസ് ആൻ ആക്ടർ ടഫ് ഏതാണ്? രണ്ടും പാടാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. കോമഡിയും ഇമോഷൻ ഏതാണ്? ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ കോമഡി ആയിരിക്കും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുമ്പോ അല്ലേ? ടൈമിങ്. കോമഡി തന്നെ തീർച്ചയായിട്ടും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഒരാളെ ചിരിപ്പിക്കാനാ ബുദ്ധിമുട്ട്, കരയിപ്പിക്കാൻ പെട്ടെന്ന് പറ്റും. ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി പണിയാണ്, ടാസ്കാണ്. പെട്ടെന്ന് ചീത്തപ്പേരും കിട്ടും. അതിന്റെ കിങ്, കോമഡിയുടെ കിങ് ആണ് ഇരിക്കുന്നത്. എന്താണ് ഏറ്റവും എളുപ്പം പാട്? ഇത് തന്നെയാണ്. അതിന് ഒരു പെട്ടി, ഒരുപാട് ടൂൾസും ഒക്കെ ആയിട്ടാണ് പോവാൻ. അതിനകത്ത് പല അളവിലുള്ള സ്ക്രൂ, ഉളി, അത് ചുറ്റിലും ഒക്കെ വേണം. എല്ലാം നല്ലോണം ഈക്വൽ ആയിട്ട് പ്രയോഗിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ. ഇനി അടുത്ത് കണ്ടതില് ഏതെങ്കിലും മലയാള സിനിമയില് ഭാഗമായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു മലയാളം, അങ്ങനെ എന്തെങ്കിലും ഒരു മലയാള സിനിമ ഉണ്ടോ? ഭാഗമാകാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഇഷ്ടം കൊണ്ട്, മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണും ഒബ്വിയസ്ലി ആ സിനിമ, എനിക്ക് ഭാഗമാകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് തോന്നിയൊരു മലയാള സിനിമയുണ്ടോ? ലോക. ന്യൂജൻ ലോക, യക്ഷിയുള്ള ലോക. ഓക്കെ. പിന്നെ ലോക. ഞാൻ ആ മറ്റേ സീറ്റിലിരിക്കുന്നത് ഒന്നിങ്ങനെ ഓർമ്മ വരുന്നു. ആ പയ്യനെ എനിക്ക് പെട്ടെന്ന് ഈ സീറ്റിലിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അതിൻ്റെ അകത്തൊരു പയ്യനില്ലേ സീറ്റിലിരിക്കുന്ന, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അഭിനയം കണ്ടപ്പോ. എനിക്ക് ഞാനൊരു പടത്തില് അഭിനയിച്ചത് ഏകദേശം അതേ ഒരു രീതിയിൽ വരുന്നൊരു പടം ഞാനിപ്പോ അടുത്തിടെ കണ്ടത്. അതായത് എക്കോ എന്ന് പറയുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിന്റെ ഭാഗമായിരുന്നെങ്കിൽ, കാരണം അത് അങ്ങനെ ആകാൻ തോന്നിയതിന്റെ കാര്യം വെച്ചാൽ പെൻഡുലം എന്ന് പറഞ്ഞൊരു ഞാൻ അഭിനയിച്ചൊരു പടം. ഏകദേശം രണ്ടും ഒരേ ഇതിൽ വരുന്നൊരു പടമാണ്. അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ഭയങ്കര എന്താ പറയാ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പെൻഡുലം അങ്ങനെയായിരുന്നു, എക്കോയും അതുപോലെ. അത് അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആഗ്രഹിച്ചിരുന്നു.
ഇന്ദ്രൻ ചേട്ടൻ ഈ അടുത്ത് കണ്ടതിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അത് കണ്ടാലും അതിൽ ഒരെണ്ണം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. എന്നാലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടാവില്ല. കിഷ്കിന്താകാണ്ട് ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ കേട്ടു. അതുപോലെ എന്തെങ്കിലും ഒരു സിനിമ ഉണ്ടായിരുന്നു? അതുപോലെ ഇപ്പോഴും പോയി മറ്റേ ഇത് കണ്ടു, സത്യസാന്റെ മോന്റെ സർവമായ സർവമായ. 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 അത് കണ്ടപ്പോഴും അതൊന്നും ചാടിപ്പോയല്ലോ എന്നുള്ള വിഷയം. അപ്പൊ അങ്ങനെ ഓരോ പടത്തിലും ഒരു കഥാപാത്രം. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ എൻ്റെ കൂടെ സഹകരിച്ചതിലും താങ്ക് യു. അപ്പോൾ ഫെബ്രുവരി 5 ആശാൻ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അടിപൊളി ഒരു മൂവി ആയിരിക്കും, വെരി ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്നുള്ളത് നമുക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും അറിയാം. ഗപ്പി സിനിമാസ് ആൻഡ് വെയ്ഫാരർ ഫിലിംസിന്റെ അസോസിയേഷൻ കാരണവും അറിയാം. സോ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും അത് ഫെബ്രുവരി 5 തിയേറ്ററിൽ പോയി കാണുക എന്ന് ഞങ്ങളോട് പറയുന്നതിനേക്കാൾ പ്രേക്ഷകരോട് പറയുന്നതാണ്. പ്രേക്ഷകരോടാണ് ഞാൻ പറഞ്ഞത്, പ്രേക്ഷകർ പോയി കാണണമെന്ന്. പ്രേക്ഷകർ അത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾക്ക് വേണ്ടത് അവിടെ ഉണ്ടാവും. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.